നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ കർഷകരുടെ പ്രശ്നത്തിൽ നഗരസഭ ഇടപെടുന്നു. നഗരസഭാ കൃഷിഭവൻ അധികൃതരുടെയും പാടശേഖര സമിതി ഭാരവാഹികളുടെയും യോഗം ചേർന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ വിലയിരുത്തി. കർഷകർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ. കണയം 2-ാം വാർഡിലെ ക്വാറി പ്രശ്നം നഗരസഭ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ചെയർപേഴ്സൺ പി. നിർമ്മല. കോൺഗ്രസിന് തുടർഭരണം ലഭിച്ച മാത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി CPM. വികസനക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇടതുമുന്നണിക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ കൈവിട്ടത് പാർട്ടിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയാക്കുന്നു. പൊന്നയൂർക്കുളത്ത് ബാർ കോമ്പൗണ്ടിൽ പോലീസുകാർക്ക് നേരെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കളുടെ ആക്രമണം. വടക്കേക്കാട് ASIക്ക് ഗുരുതര പരിക്ക്. കുണ്ടന്നൂരിൽ കടന്നലാക്രമണത്തിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. കർഷകരുടെ പ്രശ്നത്തിൽ ഷൊർണൂർ നഗരസഭ ഇടപെടുന്നു. കർഷകർ മുന്നോട്ട് വെച്ച പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പരമാവധി പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല STVയോട് പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവൻ അധികൃതർ പാടശേഖര സമിതി ഭാരവാഹികളും കൃഷിഭവനിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ പാടശേഖര സമിതിയിലെ ഭാരവാഹികൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ചൊവ്വാഴ്ച കൃഷി ഓഫീസിൽ യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പി. നിർമ്മല, വൈസ് ചെയർമാൻ അനുരാജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യ, കൃഷിഭവൻ അധികാരികൾ, വിവിധ പാടശേഖര സമിതി പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കർഷകരുടെ പ്രശ്നങ്ങൾ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തു. തരിശിട്ട ഭൂമി ഏറ്റെടുത്ത് അവിടെ കർഷകർ കൃഷി നടപ്പാക്കണമെന്ന് നഗരസഭാ അധികാരികൾ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുമെന്നും യോഗത്തിന് ശേഷം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല STVയോട് പറഞ്ഞു. പാടശേഖര സമിതിക്കാരുടെ യോഗമാണ് ഇന്ന് നമ്മളിവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കർഷകർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതവർ സംസാരിച്ചു. നഗരസഭ എന്നുള്ള നിലയ്ക്ക് കർഷകരെ വളരെയധികം ചേർത്ത് പിടിച്ചുകൊണ്ട് തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം തന്നെ കൃഷിക്ക് ഉപയുക്തമാക്കി അവർ ഏറ്റെടുത്തത് കൃഷി നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് കർഷകരുടെ അടുത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ സഹായങ്ങളെല്ലാം തന്നെ നമ്മുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് എല്ലാതും നഗരസഭ ചെയ്യേണ്ട സഹായങ്ങളല്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ NABARD ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്ത് കർഷകരെ ഒപ്പം നിർത്തും എന്നുള്ളതാണ് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കണയം 2-ാം വാർഡിലെ ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവമായി കാണുന്നുവെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി. നിർമ്മല STVയോട് പറഞ്ഞു. സമരസമിതിയുടെ പരാതി നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവരുടെ സംഘം ഉടൻ തന്നെ ക്വാറി സന്ദർശിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പ്രദേശത്തെ നിരവധി നിവാസികളുടെ പരാതിയാണ് സമരസമിതി മുഖാന്തരം നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചത് കണക്കാക്കും. ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവമായി നഗരസഭ കാണുമെന്നും നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവരുടെ സംഘം ഉടൻ ക്വാറി സന്ദർശിക്കുമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല STVയോട് പറഞ്ഞു. കണയം 2-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ക്വാറി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പരാതിയല്ല, കുറച്ച് കൂട്ടം ആളുകളുടെ പരാതിയാണ് ലഭിച്ചിട്ടുള്ളത്. പലരുടെയും വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരാതി വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മൾ ആ സ്ഥലം എഞ്ചിനീയറെ കൂട്ടി, സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു സംഘമായി ചേർന്ന് അത് പരിശോധിക്കും. അവർക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തി നമുക്ക് അത് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുന്നതാണ്. പരിശോധന നടത്തിയ ശേഷമുള്ള റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കും. തുടർന്ന് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോൺഗ്രസിന് തുടർഭരണം ലഭിച്ച മാത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM നേട്ടമുണ്ടാക്കി. വികസനകാര്യവും ക്ഷേമകാര്യവും CPMന് ലഭിച്ചു. LDFും UDFും തുല്യ സീറ്റുകളാണ് മാത്തൂർ പഞ്ചായത്തിൽ നേടിയത്. 8 സീറ്റുകൾ വീതം ഇരു പാർട്ടികളും നേടിയിരുന്നു. BJPക്ക് ഇവിടെ 2 സീറ്റുകളുണ്ട്. കോൺഗ്രസിന് തുടർഭരണം ലഭിച്ച മാത്തൂർ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിൽ CPMന് നേട്ടം. വികസനകാര്യവും ക്ഷേമകാര്യവും CPMന് ലഭിച്ചപ്പോൾ ഭരണകക്ഷിയായ കോൺഗ്രസിന് ആരോഗ്യ വിദ്യാഭ്യാസം മാത്രമാണ് ലഭിച്ചത്. വികസനകാര്യ ചെയർമാനായി 8-ാം വാർഡിൽ നിന്നും വിജയിച്ച ബിജുവിനെയും ക്ഷേമകാര്യ ചെയർപേഴ്സണായി 6-ാം വാർഡിൽ നിന്നും ജയിച്ച രജനികുമാരിയെയും തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സണായി 4-ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസുകാരിയായ സ്മിത ശ്രീജിത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ
8 വീതം സീറ്റുകൾ നേടി കോൺഗ്രസും CPM-ഉം ഒപ്പത്തിനൊപ്പമായി. BJP-ക്ക് ഇവിടെ 2 സീറ്റുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെട്ടത് മാത്തൂരിൽ CPM-ൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുന്നു. 2020 വരെ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം ലഭിച്ച CPM-ന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. 2025-ൽ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങിയ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിൽ BJP ജയിച്ചു കയറിയത് ഏറെ തലവേദനയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസം കഴിഞ്ഞെങ്കിലും മാത്തൂരിൽ CPM-ൽ പ്രവർത്തകർക്കിടയിൽ അസ്വാരസ്യങ്ങൾ മുറുകുന്നു. 2020 വരെ തുടർച്ചയായി പഞ്ചായത്ത് ഭരിച്ച പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഭരണം 2005-ൽ തിരിച്ചുപിടിക്കണമെന്ന നിശ്ചയത്തോടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയെങ്കിലും ഭരണം പിടിക്കാനായില്ലെന്ന് മാത്രമല്ല, കാലങ്ങളായി കൈവശം വെച്ച് വന്നിരുന്ന സിറ്റിംഗ് സീറ്റിൽ BJP ജയിച്ചു കയറിയതാണ് ഏറെ തലവേദനയുണ്ടാക്കിയത്. നഷ്ടപ്പെട്ട സീറ്റിനെ ചൊല്ലിയും BJPക്ക് മേൽക്കൈ നേടിക്കൊടുത്തതിനെ പറ്റിയും മാത്തൂരിൽ CPM പാർട്ടിക്കുള്ളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുകയാണ്. കാലങ്ങളായി CPM കൈവശം വെച്ച് വന്ന 3-ാം വാർഡ് തച്ചങ്കാടിലാണ് ഇത്തവണ BJPയിലെ സുധീഷ് ജയിച്ചത്. 2 ലോക്കൽ കമ്മിറ്റികളുള്ള മാത്തൂരിൽ BJP വിജയി 3-ാം വാർഡ് തച്ചങ്കാട് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി അശോക് കുമാറിന് ലഭിച്ചില്ല എന്നതാണ് പ്രവർത്തകർക്കിടയിലെ പ്രധാന ചർച്ച. വാർഡിൽ BJPക്ക് വോട്ട് മറിച്ച് ജില്ലയിലേക്ക് BJPയുടെ സഹായം തേടിയെന്നാണ് സംസാര വിഷയം. ജില്ലാ പഞ്ചായത്ത് കുഴൽമന്ദം ഡിവിഷനിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നത്. പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വിശ്വലത്തും ഇത്തരം വോട്ട് മറിക്കൽ നടന്നതായി ആരോപിക്കുന്നു. 4-ാം വാർഡിൽ കോൺഗ്രസിലെ വിവിധ സ്ഥാനാർത്ഥി 200 വോട്ട് പിടിച്ചിട്ടും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സ്മിത ശ്രീജിത്താണ് ജയിച്ചത്. ഇവിടെ CPM-ൻ്റെ വോട്ടിലാണ് ചോർച്ച ഉണ്ടായതെന്നും CPM-ലെ ചിലരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നും പറയുന്നു. അതേസമയം പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ 3-ാം വാർഡ് നഷ്ടപ്പെട്ടത് CPM-ലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ അശോക് കുമാറിനെതിരെ അപരനായി മറ്റൊരു അശോക് കുമാർ മത്സരിച്ചതും അദ്ദേഹം പിടിച്ച 40ഓളം വോട്ടുകളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ കലാശിച്ചതെന്നും മറുവിഭാഗം ആരോപിക്കുന്നു. അപരനെ ഒതുക്കാൻ തുടക്കം മുതലേ ശ്രദ്ധിച്ചില്ലെന്നും തച്ചങ്കാട് ലോക്കൽ കമ്മിറ്റിയിൽ തച്ചങ്കാട് വാർഡിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട 5 പേർ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉണർന്നു പ്രവർത്തിച്ചില്ലെന്നും എന്നിട്ട് പരാജയ കുറ്റം മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. ചുരുക്കത്തിൽ മാത്തൂരിൽ മുൻപേ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നുകൂടി വർദ്ധിച്ച അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുന്നയൂർക്കുളത്ത് ബാർ കോമ്പൗണ്ടിൽ പോലീസുകാർക്ക് നേരെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കളുടെ ആക്രമണം. കത്തിയുമായി യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന വിവരമറിഞ്ഞെത്തിയ പോലീസുകാരെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ വടക്കേക്കാട് ASIക്ക് ഗുരുതരമായി പരിക്കേറ്റു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ ASI അനിൽകുമാറിനാണ് പരിക്കേറ്റത്. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ കുന്നംകുളം റോയൽ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:15 കുത്തന്നൂർ ദേവാസുര ബാർ കോമ്പൗണ്ടിലാണ് സംഭവമുണ്ടായത്. സ്റ്റേഷൻ റൗഡികളായ വടക്കേക്കാട് സ്വദേശി പ്രണവ്, രാഹുൽ എന്നിവരും കൂടെയുണ്ടായിരുന്ന ബിജീഷും കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഈ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയതായിരുന്നു പോലീസ്. സ്ഥലത്തെത്തിയ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്നതിനിടെ പ്രണവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയുടെ പിടികൊണ്ട് അനിൽകുമാറിൻ്റെ മൂക്കിലിടിക്കുകയായിരുന്നു. 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുണ്ടന്നൂർ മാവിൻചൂട് പരിസരത്ത് കടന്നലാക്രമണത്തിൽ പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മാവിൻചൂട് പരിസരത്ത് രാവിലെ 9:30 പാതയോട് ചേർന്നുള്ള വീടിൻ്റെ മുൻവശത്തെ കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽക്കൂട്ടമിളകിയത്. തുടർന്ന് നടന്നു പോവുകയായിരുന്ന ലോട്ടറി വിൽപ്പന തൊഴിലാളി ഷീബ, LC എന്നിവരെ കടന്നൽക്കൂട്ടം ആക്രമിച്ചു. രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി, മകൻ ഡോൺ, പരിസരത്ത് വീട് നിർമ്മാണത്തിനെത്തിയ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കും കുത്തേറ്റു. ഈ വഴി യാത്ര ചെയ്തിരുന്ന നിരവധി ബൈക്ക് യാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. പരിക്കേറ്റ തൊഴിലാളി ചിരിയങ്കണ്ടത്ത് LC, ലോട്ടറി തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ, മേക്കാട്ടുകുളം ദേവസി, മകൻ ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിൻ്റെ വശത്ത് കുടിവെള്ള പൈപ്പുകൾ കൂട്ടിയിട്ടതുമൂലമാണ് കാട്ടുചെടികൾ വളർന്നത്. ഇഴജന്തുക്കളുടെയും കടന്നൽക്കൂട്ടത്തിൻ്റെയും താവളമായി ഈ ഭാഗം മാറിയെന്ന് പരിസരവാസികൾ പറഞ്ഞു. പൈപ്പുകൾ നീക്കം ചെയ്ത് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ പണിയെടുക്കായിരുന്നു. അപ്പോഴാണ് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ തേനീച്ച് കുത്തുണ്ട് ചേച്ചിനെ. അപ്പോൾ ഞങ്ങൾ ഓടിച്ച് ചെന്നിട്ട് രക്ഷിക്കുക വന്നപ്പോൾ എൻ്റെ വില കുത്തി പുറത്ത് കണ്ണിൻ്റെ ഇവിടെ കണ്ട, പിന്നെ ബാക്കിൽ
ഈ ചേട്ടന് കുത്തിയിട്ട് അപ്പോഴേക്കും ആകെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നു. പിന്നാലെ ഫുള്ളായി ഇവിടെ അപ്പോഴേക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഇടതു ദുർഭരണത്തിനെതിരെ BJP പ്രക്ഷോഭത്തിലേക്ക്. മകരസംക്രമ ദിനമായ ബുധനാഴ്ച ജില്ലയിൽ 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ച് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നും ജില്ലയിലെ CPM കോൺഗ്രസ് ധാരണ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്ന് P. വേണുഗോപാൽ പറഞ്ഞു. ജില്ലയിൽ പരസ്യമായും രഹസ്യമായും CPM കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിട്ട് പോലും BJP നേതൃത്വം നൽകുന്ന NDAക്ക് മികച്ച മുന്നേറ്റം നടത്താനായി. ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയാകാനും കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പഞ്ചായത്തുകളിൽ BJPയാണ് പ്രതിപക്ഷ നേതൃത്വം വഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുമുന്നണിയുമായി സന്ധി ചെയ്യുന്നവർ തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ കൂട്ടുകെട്ട് തുടർന്നു പോകാൻ തയ്യാറാകണമെന്ന് വേണുഗോപാൽ ആവശ്യപ്പെട്ടു. 2 നഗരസഭകളിൽ BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേടിയത് അംഗബലം കൊണ്ട് മാത്രമാണ്. ഇടത് ദുർഭരണത്തിനെതിരെ ബുധനാഴ്ച മുതൽ BJP പ്രക്ഷോഭം തുടങ്ങുകയാണ്. മകരസംക്രമ ദിനത്തിൽ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന് ആരംഭം കുറിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. BJPയുടെ പ്രക്ഷോഭം നാളെ മുതൽ ആരംഭിക്കുക. പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. ശബരിമല വിശ്വാസത്തെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFും UDFും നടത്തുന്ന രഹസ്യ നീക്കങ്ങൾ ഇന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നാളെ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് ശബരിമല സംരക്ഷിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസങ്ങളെ തകർക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് വീടുകളിലും വീടിന് പുറത്തും അയ്യപ്പ ജ്യോതി തെളിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നോ ഡ്രഗ്സ് ക്യാമ്പയിൻ ഒറ്റപ്പാലം നിയോജകമണ്ഡലം ഔട്ട്റീച്ച് പ്രോഗ്രാം ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിമുക്തി മിഷൻ്റെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നിയോജകമണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെമ്പാടും ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അതിന് നേതൃത്വം നൽകുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധേയമായ നിലയിൽ ഒറ്റപ്പാലം മണ്ഡലം തലത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഘോഷയാത്രയൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലേ കുട്ടികളെല്ലാവരും? ഓക്കെ. അത് നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇത്തവണത്തെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? NSS വളണ്ടിയേഴ്സ് ഇല്ല. ജനുവരിയുടെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ജനുവരിയുടെ ഒരു പ്രത്യേകത എന്താണ്? ജനുവരി മാസത്തിന്റെ പ്രത്യേകത എനിക്ക് അറിയാവുന്ന പ്രത്യേകതകൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ പറയാം. ഒന്ന് പുതുവർഷമാണ് ജനുവരി എന്നുള്ളതാണ്. ജനുവരി 1 പുതുവർഷമാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, കടമ്പഴപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷീബ എന്നിവർ പ്രസംഗിച്ചു. വിമുക്തി മിഷൻ ജില്ലാ മാനേജർ S. സജീവ്, അഡ്വക്കേറ്റ് കൃഷ്ണവേണി, ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A. മുരുകദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് രോഗവും കടബാധയും തളർത്തിയ കുടുംബം സുമനസ്സുകളുടെ കാര്യം തേടുന്നു. നാരങ്ങപ്പറമ്പിൽ സുരേഷ് കുമാറിൻ്റെ കുടുംബമാണ് ജീവിതം മുന്നോട്ട് നയിക്കാൻ നന്മ പറ്റാത്ത സമൂഹത്തിൻ്റെ കനിവ് തേടുന്നത്. കാർപ്പൻ്ററായിരുന്ന സുരേഷ് കുമാറിന് 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുതരമായ വൃക്കരോഗം ബാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ശസ്ത്രക്രിയയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചതാണ്. 5 വർഷം മരുന്നുകൊണ്ട് തള്ളി നീക്കി. ഇനി വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. 48-കാരനായ സുരേഷിന് വൃക്ക നൽകാൻ ഭാര്യ ധന്യ തയ്യാറാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ ലക്ഷങ്ങൾ ചെലവ് വരും. ഇതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ല. ആകെയുള്ളത് ഒരു വീടാണ്. 2 പെൺമക്കളടങ്ങുന്ന കുടുംബമാണ്. കരുണയുള്ള മനുഷ്യരുടെ
കനിവ് തേടുന്നത്. കാർഷിക വികസന ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇവരുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. 10 ലക്ഷത്തോളം രൂപ ബാങ്കിൽ മാത്രം കടമുണ്ട്. ഭർത്താവ് കിടപ്പിലായതോടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം നിലച്ചു. പിഞ്ചു മക്കളെയും ചേർത്ത് പിടിച്ച് ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ സുരേഷിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയാകണം. സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വാണിയംകുളത്തെ പനയൂർ ഗ്രാമം ഒന്നാകെ കൈകോർക്കുന്നുണ്ട്. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച നാട്ടുകാർ ധനശേഖരണത്തിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സഹായിക്കാൻ കരുണയുള്ള മനുഷ്യർ ഈ വാർത്ത കാണാതെ പോകരുത്. ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. പിഞ്ചുമക്കളടങ്ങിയ ഈ കുടുംബം അനാഥമാകാതിരിക്കാൻ ഏവരുടെയും കാരുണ്യമുണ്ടാകണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിസ്മയ വീടൊരുക്കി ഡിഫൻഡ് ആർട്ട് സെൻറ്റർ. കേൾവി പരിമിതിയുള്ള സഹോദരികളായ റഫലും റിഫാനും ഒരു ഇന്ദ്രജാലം ആസ്വദിച്ച അനുഭൂതിയിലാണ്. ഗോപിനാഥ് മുതുക്കാടിൻ്റെ നേതൃത്വത്തിലുള്ള ഡിഫൻഡ് ആർട്ട് സെൻറ്റർ ഒറ്റപ്പാലം വരോടാണ് മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായി ഇവർക്ക് വീടൊരുക്കിയത്. കേൾവി പരിമിതിയുള്ള സഹോദരങ്ങളായ റഫലും റിഫാനയും ഒരു ഇന്ദ്രജാലം കണ്ട സന്തോഷത്തിലാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും കഷ്ടപ്പാടുകൾക്ക് ആശ്വാസമായി ഒരു മനോഹര വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിലുള്ള ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ. ഇന്നലെ വരെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട്ടിൽ അസൗകര്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞവർക്ക് ഇനി മുതൽ ഈ മക്കൾക്കൊപ്പം സുരക്ഷിതമായി അന്തിയുറങ്ങാം. തിരുവനന്തപുരത്തെ DSCയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഭിന്നശേഷി സൗഹൃദ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലം വരോട് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിൻ്റെ താക്കോൽ അച്ഛൻ മുഹമ്മദ് റഷീദിനും അമ്മ റജീനയ്ക്കുമൊപ്പം ഇവർ ഏറ്റുവാങ്ങി. കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു വീട് നിർമ്മിക്കുക എന്നത് ഇവർക്ക് സ്വപ്നം മാത്രമായിരുന്നു. വരോട് സ്വദേശി അബ്ദുൽ ഖാദർ സൗജന്യമായി നൽകിയ 5 സെൻറ്റ് ഭൂമിയിലാണ് 622 ചതുരശ്ര അടിയിൽ ഭിന്നശേഷി മാതൃകാ ഭവനം ഒരുക്കിയത്. ചെറുകഥാകൃത്ത് വൈശാഖൻ, ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ്, ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ചെയർമാൻ ജിജി തോംസൺ IAS, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, ഒറ്റപ്പാലം സ്മാർട്ട് അസോസിയേറ്റ്സ് MD മനോജ് കാഞ്ഞിരത്തൊടി എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. മികച്ചത് എന്ന് പറയാവുന്ന നമ്പർ 1 എന്ന് പറയുന്നത് ഈ വീടായിരിക്കും. കാരണം അത് മനോജിൻ്റെ ഹൃദയം കൊണ്ട് സൃഷ്ടിച്ച വീടാണ്. മനോജിൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെയുണ്ട്. മനോജിൻ്റെ മോനുണ്ട്, മോളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ വീട് മനോജിൻ്റെ ഒരു ഡ്രീമാണ്. ആ ഒരു രീതിയിലാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആ വീടുകളുടെ പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി. ഈ വീടുകൾക്ക് നമ്മൾ പേരിട്ടിരിക്കുന്ന മാജിക് ഹോംസ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, K ആണ് കേട്ടോ ലാസ്റ്റ് ലെറ്റർ. മാജിക് ഹോംസ് എന്ന് പറയുന്നത് മോഡൽ ഓഫ് ആക്സസിബിൾ ഗേറ്റ് വേസ് ഫോർ ഇൻക്ലൂസീവ് കേരള എന്നുള്ളതാണ്. അതാണ് MAGIK എന്ന് പറയുന്നതാണ്. മോഡൽ ഓഫ് ആക്സസിബിൾ ഗേറ്റ് വേസ് ഫോർ ഇൻക്ലൂസീവ് കേരള, അതാണ്. മാജിക് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും ഒരു വീട് എന്ന നിലയിൽ 14 ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ച് കൈമാറുന്നത്. എല്ലാ ജില്ലകളിലും ഗുണഭോക്താക്കളെ കണ്ടെത്തി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇതിനകം കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം, വയനാട്, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ വീട് പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് പ്രസ് ക്ലബ്ബ് സഞ്ജയ് ചന്ദ്രശേഖർ അനുസ്മരണം നടത്തി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി PP നാരായണൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. രമേശ് എഴുത്തച്ഛൻ, TS മുഹമ്മദ് അലി, M ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് അതിനുള്ള റിസോഴ്സസ് ഇല്ല, വാർത്താ മൂല്യം പാലക്കാട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കരുതുന്നതുകൊണ്ടാണ്. സത്യത്തിൽ അങ്ങനെയല്ല, പാലക്കാട്ടുണ്ട്. പാലക്കാട്ടിരുന്നും കേരളം മുഴുവൻ അറിയപ്പെടാമെന്ന് തെളിയിച്ചിട്ടുണ്ട് സഞ്ജയ്. അതാണ് സഞ്ജയിൽ നിന്ന് മറ്റുള്ളതെന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരുപക്ഷെ കേരളം മുഴുവൻ ഇത്രയും അറിയപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ പാലക്കാട് ജോലി ചെയ്തത് വളരെ പോസിറ്റീവ് നോട്ടിൽ സഞ്ജയ് ആയിരിക്കും. സഞ്ജയ് മാത്രമായിരിക്കും. സഞ്ജയ് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, ആരെയും ഇതിലാണ്. സഞ്ജയ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മഹർഷി വിദ്യാ മന്ദിർ വാർഷികം ഗ്യാൻ യുഗ് ദിവസ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സിനി ആർട്ടിസ്റ്റ് സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് P. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അക്കാദമിക രംഗത്ത് മികവ് പുലർത്തിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. K. സിനി, K. ഷീബ, P. ആകാശ് നായർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാവിരുന്നുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ 14ാം വാർഷികാഘോഷവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ജനുവരി 18-ന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധ പഞ്ചവാദ്യ മദ്ദള കലാകാരൻ കുനിശ്ശേരി ചന്ദ്രന് കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ സ്മാരക പുരസ്കാരവും കലാമണ്ഡലം പ്രവീണിന് തിരുവല്ലോമല മാധവ വാര്യർ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരവും ഡോക്ടർ B. അനന്തകൃഷ്ണൻ ചടങ്ങിൽ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗാനരചയിതാവ് B. K. ഹരിനാരായണൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ചെറുപ്പളശ്ശേരി ശിവൻ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സമ്മേളനത്തിൽ V. കലാധരൻ അപ്പുകുട്ടി പൊതുവാൾ അനുസ്മരണം നിർവഹിക്കും. കലാസാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും തുടർന്ന് കലാമണ്ഡലം ഹരീഷും കലാമണ്ഡലം വിനോദും സംഘവും അവതരിപ്പിക്കുന്ന കഥകളിപദ കച്ചേരി കൂത്തമ്പലത്തിൽ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ഇപ്രാവശ്യം എല്ലാ വർഷവും നമ്മൾ ഈ പുരസ്കാരദാനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മദ്ദളത്തിലെ ഒരു വളരെ പ്രശസ്തനായ കുനിശ്ശേരി ചന്ദ്രൻ അവർകൾക്കാണ് പ്രാവശ്യം നമ്മൾ അവാർഡ് തുക 15,000 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ യുവപ്രതിഭ തിരുവല്ലോമല മാധവ വാര്യരുടെ പേരിലുള്ള യുവപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീ പ്രവീണിനാണ്. അത് 5,000 രൂപയാണ്. പ്രശസ്തി പത്രവും നൽകി വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം ഹരിദാസൻ, കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ കർഷകരുടെ പ്രശ്നത്തിൽ നഗരസഭ ഇടപെടുന്നു. നഗരസഭാ കൃഷിഭവൻ അധികൃതരുടെയും പാടശേഖര സമിതി ഭാരവാഹികളുടെയും യോഗം ചേർന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ വിലയിരുത്തി. കർഷകർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ. കണയം 2ാം വാർഡിലെ ക്വാറി പ്രശ്നം നഗരസഭ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ചെയർപേഴ്സൺ P. നിർമ്മല. കോൺഗ്രസിന് തുടർഭരണം ലഭിച്ച മാത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി CPM. വികസനക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇടതുമുന്നണിക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ കൈവിട്ടത് പാർട്ടിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയാക്കുന്നു. പൊന്നയൂർക്കുളത്ത് ബാർ കോമ്പൗണ്ടിൽ പോലീസുകാർക്ക് നേരെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കളുടെ ആക്രമണം. വടക്കേക്കാട് ASIക്ക് ഗുരുതര പരിക്ക്. കുണ്ടന്നൂരിൽ കടന്നലാക്രമണത്തിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.